ഹലോ ഗേൾസ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്നലെ പറഞ്ഞ സൂര്യനിത വീണ്ടും ഉദിച്ചിരിക്കുകയാണ്. നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനും എണ്ണിച്ച്. ഇന്നൊരു ഞായറാഴ്ചയല്ലേ, എന്തെങ്കിലും പുതിയ പരിപാടി നോക്കിയാലോ. ആദ്യം തന്നെ ഞാനെൻ്റെ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിക്കട്ടെ. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കൂടെ ഒഴുകുന്ന തോട്. തോട്ടിലൊക്കെയാണ് ഞങ്ങൾ കുളിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ വളർത്തുന്നതിനെ കോഴികളാകട്ടോ. 5 കോഴി ഉണ്ടായിരുന്നേ, പക്ഷേ ഇപ്പം 3 ഉള്ളൂ. അങ്ങനെ കുഴിയെല്ലാം കണ്ട് അകത്തേക്ക് കയറി വന്നപ്പോൾ അമ്മ നല്ല ദോശയും ചമ്മന്തിയും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ദോശയും ചമ്മന്തിയും ഒക്കെ പല്ല് തേച്ചിട്ട് വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ കൊച്ചുകൊണ്ട് കോഴിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടത്. എനിക്ക് പല്ലെല്ലാം തേച്ച് കഴിഞ്ഞാൽ സ്ട്രെച്ച് ചെയ്യണമല്ലോ. അതിൻ്റെ മേലെ പോയി സ്ട്രെച്ച് ചെയ്തു. സ്ട്രെച്ചിൻ്റെ അടുത്ത് യോഗയും ചെയ്യും കേട്ടോ. അത് ചെയ്യുന്ന രാവിലെ നമുക്ക് നല്ലതാണ് കേട്ടോ. എടാ മക്കളെ, നമ്മളോട് അവസാനം വരെ നിൽക്കുന്നത് എന്താണെന്നറിയോ? എടാ നമ്മൾ മാത്രമേ ഉള്ളടാ, വേറെ ആരും കാണത്തില്ലടാ. അപ്പം നമ്മുടെ പാവം ശരീരം നമ്മളെ എത്രയും താങ്ങി നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മുടെ ശരീരത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടായോ. അപ്പം അതിന് എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പം ചെയ്യാത്തവരാണെങ്കിൽ കൂടി സാരമില്ലെന്നേ, ഇന്ന് തൊട്ട് തുടങ്ങിക്ക്. നമ്മൾ ഫുൾ സപ്പോർട്ടാണ് കേട്ടോ, നമ്മളും കൂടെ കാണും. അങ്ങനെ സ്ട്രെച്ചിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ താഴേക്ക് വന്ന് നിന്നോട് ചെമ്പരത്തിക്കുട്ടനെയും ശംഖുഷ്പവും ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഇവരെ ആരെയും കാണിക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. ഇതിനെ ഒരു സാധനത്തിനെ കാണിക്കാനാണ്, ഇവനെ കാണിക്കാനാണ് വന്നത്. ഇതിന്റെ പേരറിയാവുന്ന കമന്റ് ചെയ്യണേ. ഈ കാണിച്ച ഈ പൂവും പുതിയതായിട്ടുണ്ടായതാണ്. പിന്നത്തെ ഈ റോസാപ്പൂവും പുതിയതായിട്ടുണ്ടായതാ. എന്ത് രസമല്ലേ. നേരച്ചന് രാവിലെ ഇങ്ങനെ ഇതെല്ലാം കാണാൻ ഭയങ്കര രസമായിട്ടുണ്ട്. ഇന്ന് സത്യത്തിൽ പറഞ്ഞുണ്ടല്ലോ, ഇത്രയും ദിവസം കൂടിയും ഇന്നാണ് നന്നായിട്ടൊന്ന് പുഷ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ 2 ചെമ്പരത്തിയിലൊക്കെ പറിച്ച് അത് ഞെരടി തലയിലൊക്കെ തേച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ച്. കടവിലാണ് കുളിക്കുന്നത്. അപ്പോൾ കടവിലേക്ക് പോവാം. വഴി ഇരിക്കട്ടെ അല്ലേ. താളിക്ക് പകരം താളി നമ്മൾ ഉണ്ടാക്കുന്ന ചെമ്പരത്തിയിലയും കൊണ്ടാണല്ലോ. അപ്പോൾ അതിൻ്റെ നീരുണ്ട്. അപ്പോൾ തലയോട്ടി തേച്ചാൽ പക്ഷെ നല്ലതായിരിക്കും കേട്ടോ. ഇത് നാട്ടിൻപുറത്ത് ജീവിക്കുന്നവർക്കൊക്കെ ഇത് പറഞ്ഞ് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. കടവിലേക്ക് ഇറങ്ങി ഒരു നല്ല നീന്തൽക്കുളി പാസ്സാക്കാം. കുളിച്ചിട്ട് കാണാതെ. ഇങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് നമുക്കൊന്ന് അമ്പലത്തിൽ പോയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ചക്കളത്തുകാവ് അമ്പലം. നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിൽ ഒരു 15 മിനിറ്റ് ദൂരം, വണ്ടിയിലാണെങ്കിൽ അത്രയേ ഉള്ളൂ. അങ്ങനെ ചക്കളത്തമ്മ എന്ന് കണ്ട് തൊഴാന്ന് വിചാരിച്ച് വന്ന്. ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ ഇതിൽ എത്ര പേരുണ്ട്? കുളത്തിലിറങ്ങി കാലൊക്കെ ഒന്ന് കഴുകി. എന്ത് രസമല്ലേ കാണാൻ. മീനൊന്നും പക്ഷെ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ കുളത്തില്. അതാ മീനെ കാണുന്ന. അങ്ങനെ എണ്ണയും കർപ്പൂരവും ഒക്കെ അകത്തുകൊണ്ട് വെക്കണം. അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഇതാ കേട്ടോ ചക്കളത്തമ്പലം. കണ്ടിട്ടില്ലാത്തവര് വരണം കേട്ടോ. ഇവിടെ ഒത്തിരി കാര്യങ്ങളുണ്ട് കാണാൻ. ഇവിടെ അമ്പലത്തിനകത്ത് കയറി ചന്ദ്രനെല്ലാം തൊട്ട് നമ്മൾ വെളിയിലിറങ്ങി. ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയത്തില്ല, അവിടെ ആൾക്കാരൊക്കെ ഇരിക്കാറുണ്ട് കേട്ടോ. കുറേ നേരം ഫോട്ടോ എടുക്കുന്ന ആൾക്കാരാണ് കൂടുതൽ അവിടെ കാണുന്നത്. ഊഞ്ഞാലിൽ നമുക്ക് ഒരു നാടാം കേട്ടോ. നമ്മുടെ തലയ്ക്കൊഴിഞ്ഞ് പൈസ കാണിക്കലഞ്ചി ഇട്ടിട്ട് നമുക്കും ഈ ഊഞ്ഞാലിൽ ഒരു നാടാം. നിങ്ങൾ ആരും ഈ അമ്പലത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും വരണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാവേ. ഞാൻ വീട്ടിലേക്ക് പോട്ടെ. ടാറ്റാ.